ആ പറഞ്ഞു ബ്രോ, പറഞ്ഞു. ആ ആ ആ ആ ആണോ ആണോ ബ്രോ? നമുക്ക് നാളത്തേക്ക് എന്തായാലും നാളെ കേവിയുടെ സിറ്റുവേഷൻ ഉണ്ട് ബ്രോ. നമുക്ക് നാളത്തേക്ക് പറ്റും. ആണോ? ഇതിപ്പോ ഇപ്പൊ ഒട്ടും പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ തിരിച്ചു കേറി. ഇതെങ്ങനെ കളിച്ചു നോക്കണം. ഒട്ടും പറ്റത്തില്ലെങ്കിൽ നമുക്ക് ഇത് ആണോ? ഞാൻ മെമ്പേഴ്സിന്റെ അടുത്ത് ഒന്ന് ചോദിച്ചിട്ട് പറയാം. ഒരു മിനിറ്റ് ബ്രോ. എടാ കേക്കാവോ? റേഡിയോ കേക്കാവോടാ? എടാ ഇവര് പറയണെന്ന് പറഞ്ഞാ ഇവരിപ്പോ വാർ നടത്തി നോക്കിയിട്ട് ഒട്ടും പറ്റുന്നില്ല. വണ്ടിയെല്ലാം ടെലിപ്പോർട്ടായി പോവാ. അത്രയും പ്ലേയേഴ്സ് കൂടെ ഒരുമിച്ച് വരുമ്പോ ഒന്നും കാണാൻ പറ്റത്തില്ലെന്ന്. അവര് മണ്ടയിലേക്ക് ഷെഡ്യൂൾ ചെയ്ത് തന്നാ കളിക്കാമോന്ന് ചോദിച്ചു. ശരിക്കും നാളേക്ക് ഇതാക്കത്തുള്ളൂ. അതാണേ. ഓക്കെ മനസ്സിലായി. എടാ അപ്പൊ എങ്ങനെ മണ്ടയിലേക്ക് വെക്കാമോ? ഓക്കെ. എന്നാ ഓക്കെ പറഞ്ഞു. എന്നെ ഡിസ്കൗണ്ട് അടിച്ചേരെ ഗൈസ്. അപ്പൊ ഗൈസ് എടാ മണ്ടയിൽ കളിക്കാം. അപ്പൊ വെറുതെ ഇത് കാണിക്കണ്ട ഗൈസ്. എടാ പയ്യ വാടാ, നല്ല PL ഉണ്ടടാ, പയ്യ വാടാ എല്ലാരും. ഗൈസ് അതാണ് നല്ല ഇത് മണ്ടത്തരം പോലെ ആയിപ്പോ. നമ്മള് ചുമ്മാ പോയി ചത്തു വിചാരിക്കും. ഇത് നെറ്റ്വർക്ക് ടു നെറ്റ്വർക്ക് ഓരോരുത്തർക്ക് ഇതായിരിക്കും. എന്റെ ഇതിനെന്തോ പ്രശ്നം ഉണ്ടോ എനിക്ക്. എന്റെ ഇതില്ല. ഇതൊന്നും സെക്കൻഡ്. എന്റെ ഡിസ്പ്ലേ ക്യാപ്ചർ ആണോ ഗെയിം ക്യാപ്ചർ ആണോ? നിങ്ങൾക്ക് ഇപ്പൊ ഡിസ്പ്ലേ ആണോ കാണുന്നത്? നോക്കി. അല്ലല്ലോ, ഗെയിം ക്യാപ്ചർ അല്ലേ? ഗെയിം. ഹലോ ജോക്കി, കേക്കാവോ? എടാ കോയി കഫയോ അവിടുന്ന് വിളിച്ചായിരുന്നു. എന്താ മറ്റേ ഫുഡും ഇതും കൊണ്ടുവരുവാണെങ്കിൽ ഒന്ന് മേടിക്കണം കേട്ടാ. കൊടുക്കാൻ പോലും നിന്റെ ഇല്ലെന്നാ താരം. ഈ വണ്ടി ഇന്ന് തന്നെ മാറ്റണേ. സ്റ്റിയറിംഗ് ഫിക്സ് ചെയ്യ്. സ്റ്റിയറിംഗ് എടുത്ത് വെക്കട്ടെ നോക്കിയാൽ. എടാ ഗോകുവേ, നീ എവിടേക്കുന്ന്? ജോക്കി പറ. നീ ഇതൊക്കെ അവളെയൊക്കെ കാണാൻ പോവാന്നോ? ആരെ? പിന്നല്ലാതെ നിനക്കൊന്നും വൈകിയേ. എന്താ ജോക്കി? ഇതൊക്കെ നമ്മൾ എന്റെ വിചാരം സമ്മതിച്ചു കൊടുക്കുന്നു. എനിക്കറിയാം ഇതൊക്കെ ജോക്കിയുടെ ഇലക്ഷൻ കഴിയുമ്പോ വരെയുള്ള വേഷം കേട്ടോ. ഇലക്ഷനാ പിന്നെ ഇലക്ഷൻ ഞാൻ വെയിറ്റ്
ഇങ്ങനെ സൂക്ഷിച്ച് നിർത്തിയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇവന് വണ്ടി കയറിയിട്ട് പറയണം എന്തു പറയണ്ടേ. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് പോയി കണ്ട് എല്ലാം ഒന്ന് സംസാരിച്ച് എല്ലാം ഓക്കെ ആവുന്നു വരുന്ന സമയമാകുമ്പോഴത്തേനും ജോക്കി പറഞ്ഞാൽ ഇത് നടക്കൂല, ഇത് വേണ്ടാവും. അങ്ങനെ ഓക്കെ. ഹലോ അക്വേറിയം. ലോഡായ ഇവിടെ. സോറി. ഹലോ ബ്രോ, എന്ത് ടീം? ഒന്നുമില്ല, എന്നെ ഇടിച്ച് തൗട്ടിക്കളഞ്ഞായിരുന്നു. ഞാൻ ഇടിച്ചോ? ആ അയ്യോ, ഞാൻ എന്റെ നമ്മൾ ഇടിച്ച് തോട്ടിക്കളയണോ? വണ്ടിയില്ലെങ്കിൽ ഞാൻ കൊണ്ട് വിടാം. ഇത്രയും ഹേർട്ടഡ് ആവാൻ പാടില്ല. ഹലോ എവിടെ ഇറങ്ങണോന്ന്? അതെന്ത് പറ്റടാ? അത്യാവശ്യം ഉണ്ട്, പോണം. ശരിക്കും അനുഭവം പരിചയപ്പെടുത്തുന്നുണ്ട്. പോക്കോ. എന്താ നേരത്തെ 12-18 ഒക്കെ ആയപ്പോ നേരത്തെ കിടക്കണം. സാധാരണ 4-5 മണി വരെ കിടക്കത്തില്ല. കുറച്ച് ഇവിടെ ആണല്ലോ, അതുകൊണ്ട് കുറച്ച് ദുബായിലിപ്പോ 10 മണി ആയതേ ഉള്ളല്ലേ? അതെ അതെ. ഞാൻ വരും, പക്ഷെ ശരി ശരി. ബൈ ബൈ. ജോക്കി ആ ഓക്കെ ഓക്കെ. മണ്ടേ 11 മണിക്ക് ഓക്കെയാണ്. ഞാൻ 10:50 ആകുമ്പത്തേക്ക് എത്തുമല്ലോ. അല്ല 9:50 ആകുമ്പോ എത്തുമല്ലോ ഞാൻ. ജോക്കി ആ എന്റെ പേര് പരന്തോസ്. ബ്രോയുടെ പേരെന്താ? ഹലോ ആ പറടാ. എന്റെ പേര് ഡേവിഡ്. എന്റെ പേര് ഡേവിഡ്. ആ 11 മണിക്ക് സെറ്റാ. ഇത് എല്ലാവർക്കും ഡിലേയാ. ഹലോ ഹലോ ഇതെന്താ എല്ലാരും ഡിലേ? 5 മിനിറ്റ് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നേ. ഹലോ എനിക്കറിയത്തില്ല, എനിക്കില്ല. എടാ നീയാണ് ഡിലേ ശരിക്കും. എനിക്കാണല്ലേ? പിന്നെ അല്ലാതെ പോകെ അതെന്റെ ഈ കുഴപ്പമായിരിക്കും. അവരിപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുക. ചെവി മൂലത്തിലല്ല, ചെവിക്കകത്തോട്ട് നമ്മളെ കേക്കട്ടെ, അതിനുള്ളൊരു സമയം. അതാ എന്തോ ബാഡാ ഇത്. ഇത് എനിക്ക് മാത്രം തോന്നിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ? നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സിറ്റിയിലെ സമ്പർക്ക പ്രശ്നമാണ്. സമ്പർക്കം. ഞാൻ ഒന്നുമില്ല, ഞാൻ ഇനി ചുമ്മാ നാട്ടിൽ കണ്ടു തിരിച്ചാൽ മതി. നമുക്ക് ആരുമില്ല, കൂട്ടുകാരും ഇല്ല. എടാ രാമേന്ദ്രൻ ചരിഞ്ഞേ. ഹലോ ആരല്ലേ കൊല്ലു? ഹലോ എന്താണ് മോനെ അടുത്തത്? ബ്രോ ഹലോ ബ്രോ, ഇതേ പിയല്ല കാണുന്നില്ല. ഈ സെയിം തന്നെ ഒരു കുഴപ്പമില്ല. ടീച്ചല്ല ഒരു കുഴപ്പമില്ല. ഹലോ ബ്രോ, എവിടെ എന്താണ് ബ്രോ? ഇടിക്കല ബ്രോ. ഞാൻ താനേക്ക് വണ്ടി തട്ടിയോടെ വീഡിയോ എടുക്കണേ. വണ്ടി ഇറങ്ങിയ കൊല്ലു. എടാ നിന്നെ ഇവിടെ പറഞ്ഞത്. നീ ഇവിടെ ഇറങ്ങി, നിന്നെ ഇറക്കാനാണ് ഇവിടെ നിർത്തിയത്. എന്നെ കൊല്ലു ഇവര് അവരൊന്നും ചെയ്യില്ല. പിന്നെ അവർക്ക് നമ്മൾ അറിയാവുന്നവരാ. നീ ഇറങ്ങിയോ? നേരിട്ട് ഇറങ്ങിയോ? എന്താ കേട്ടില്ല? എന്താ കേട്ടില്ലടാ? എന്താ പറഞ്ഞേ? 3333. ഡേവിഡ് ജോൺ കുരിശിങ്കൽ. ഓക്കെ ഞാൻ ഓർക്കാം. വിളിച്ചാ മതി, എന്തെങ്കിലും ആവശ്യമായിട്ട് വിളിച്ചാൽ മതി.
ഓക്കെ. എടാ നമ്മുടെ ഗോഡ് ഫാദർ എവിടെ പോയി? ഗോഡ് ഫാദർ ഹലോ. ഇതിനകത്ത് കേറി ജോക്കി. ഞാൻ കേറി, നീ എന്തിനു ബാക്കിയുള്ള വണ്ടി ഇങ്ങനെ ഇടിച്ചു കളിക്കുന്നേ? ജോക്കി ഇത് PL ഇപ്പൊ ജോക്കി എക്സാം ലൈവ് എക്സാമ്പിൾ ഉണ്ടോ? എന്റെ അകത്ത് നോക്കിയോ ജോക്കി. ഇവനൊന്നും അനങ്ങാൻ നിൽക്കും ഇപ്പൊ. ഞാൻ ഇവിടെ ചവിട്ടി കണ്ടോ അവൻ വീണവിടെ, അവനവിടെ വീണ് കണ്ടാ ലൈവ് ഡെമോൺസ്ട്രേഷൻ. നമ്മുടെ ഗ്യാങ് ഡ്രസ് വിട്ടിട്ട് ഒരുത്തവണ പെണ്ണിന് തൂക്കി നടക്കുന്നത്. നീല് തന്നെ അഴുക്ക പയ്യൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെടാ, നീലേ അണ്ണാ ഇത് കാണുന്നുണ്ട് അണ്ണാ. എന്റെ ചേച്ചി ഇത് കക്കാശിയുടെ ഗേൾഫ്രണ്ട്. എന്റെ ചേച്ചി അങ്ങനെയാണ്. അതന്നെ പറഞ്ഞാ വലിയ പോലെ കാക്കാശിയുടെ ഗേൾഫ്രണ്ട്. കാക്കാശിയുടെ എന്തൊരു നെഗറ്റീവ് ആയിട്ടാ ജോക്കി. ജോക്കി ഈ കുഷ്ടം പിടിച്ച മനസ്സും വെച്ചിട്ടേ ഒരാങ്ങളക്കും പെങ്ങളക്കും ഇതുവഴി നടക്കാൻ പറ്റൂലേ? ഞാനൊരു കാര്യം ആ കൊച്ചെന്തിയടാ അത് അവിടെ ഫ്രണ്ടിലൂടെ നിൽപ്പുണ്ട് ജോക്കി. കണ്ടിട്ടേ ഇല്ല കേട്ടോ, അന്ന് കണ്ടതാ. മറ്റേ ഇവരെന്തൊരു ഉച്ചി കുത്തി എന്റെ കാറിന്റെ ഇടയിലോട്ട് ഇങ്ങനെ വരണേ. വീഡിയോ കേട്ടും കേട്ടോ, വീഡിയോ ദർശന എന്തിനും ദർശന എന്തോ ദർശന അണ്ണാ കുഞ്ഞു ആടുന്ന കണക്ക് ഇത്രയും ചാടിപ്പോണ്ട ആവശ്യം കണ്ടിട്ടില്ല ഇതുവരെ. സത്യം. ഓ എന്റെ തലമുടി കാണുന്നില്ലായിരുന്നല്ലേ? ഒരു മിനിറ്റ്. ഇപ്പൊ മനസ്സിലായി. മുടിയുടെ കളർ ഏതാടാ? അല്ല വാസു അണ്ണ എന്നും പറഞ്ഞില്ല. തത്തമ്മ ചാടിപ്പോന്നുണ്ട്. എന്താണ് ഞാൻ പെട്ടെന്ന് കൊറേ നാളായി. അപ്പൊ എന്നെ കണ്ടിട്ട് കൊറേ നാളായില്ലേ? എന്നിട്ട് എന്റെ ഞാൻ ചാടിക്കേറിയില്ലല്ലോ. പറടാ വിശേഷങ്ങള്. ഇത് ചോദിക്കാണോ നീ ഇത്ര ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ട് വന്നേ? ഞാൻ നീ എന്നെ ഇപ്പൊ ഗ്യാങ്ങോസി കണ്ടിട്ട് വന്നല്ലേ ഉള്ളു? അതെ. അവിടെ ചോദിക്കണ്ടായിരുന്നല്ലോ. അല്ല അണ്ണ എന്നെ കാങ്ങോസി വിളിച്ചിട്ട് പിന്നെ എന്താന്നും പറഞ്ഞില്ല. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് കേട്ടോ. അമ്പു മന്ദാരത്തിന്റെ നിനക്ക് മാങ്ങാ കോടിനെ അറിയാമോ? എന്റെ കൂട്ടുകാരൻ ഓബായി മാങ്ങ. എന്താ അവൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ? അതെ. അവനെ നിനക്ക് ഇഷ്ടമാണോ? ഇഷ്ടം. എന്തിനിഷ്ടം? അയ്യേ അങ്ങനല്ല, കൂട്ടുകാരെന്നുള്ള രീതിയിൽ അവനെ നിനക്ക് ഇഷ്ടമാണോ? പിന്നെ മനസ്സിന്റെ മറയില്ല, സ്നേഹത്തിന് അതിരില്ല, ഇനി നമ്മൾ പിരിയില്ല, we are friends. ഓ മായി മാങ്ങ, കണ്ണുകളിൽ ഞാൻ കാണും നിന്റെ മുഖം. എന്താ ഇവനൊക്കെ വെള്ളം കിട്ടാതെ ചാവട്ടെ. ഒരു മിനിറ്റ്, എനിക്കൊരു കോൾ വിളിക്കാൻ അർജന്റ്. ഒരു മിനിറ്റ്. എന്നല്ലേ പറഞ്ഞ അല്ല നിന്റെ അല്ല നീ കറണ്ടടിച്ചല്ലേ അണ്ണ ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? ഇൻസ്റ്റാഗ്രാമില്ല നീലേ തുടങ്ങി ഇല്ലേ? എടാ മാങ്ങാടെ നമ്പർ ഒന്ന് പറഞ്ഞടാ മന്ദാരവേ. അങ്ങനെ നമ്പർ ഞാൻ പറയാം. അത് എന്റെ ഒരു ടെസ്റ്റ് ആണ്, അതിന്റെ ഒരു ടെസ്റ്റ് ആണ്. നമ്പർ കയ്യിലില്ലെങ്കിൽ അവൻ ആത്മാർത്ഥ സുഹൃത്തല്ല. 205 205 464 464 9310. 9310. You have reached an automated voice messaging system. 205. ഇതല്ലല്ലോടാ അവന്റെ നമ്പർ. ഇത് അവന്റെ പഴയ നമ്പർ ആണേ. ഇത്ര കൂടി നമ്പർ പറ്റിയ ഇവന്റെ നമ്പർ ഏതിലായിരുന്നു? മാങ്ങാളി സിറ്റിയിലില്ല. ചെരുപ്പില്ല അതിനിടാൻ. പിന്നെ പാൻഡൂർ നീ മാങ്ങ അവോയ്ഡ് ചെയ്തായിരുന്നു നീ? അണ്ണാ അത് ഞാൻ വെറുതെ ചുമ്മാ തമാശക്കാണ്. എടാ അവന് നിന്നെ അത്രക്ക് ഇഷ്ടമുള്ള ആളല്ലടാ. അപ്പൊ അവനെ നീ അവോയ്ഡ് ചെയ്തപ്പോ എങ്ങനെയാണടാ?
എടാ, ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞത് എന്തുകൂടെ മാങ്ങയും ചക്കയൊക്കെ മാങ്ങാക്കോട് എന്റെ കൂട്ടുകാരൻ മാങ്ങാക്കോട്. അതൊരുത്തിന്റെ പേരാ ജോക്കി. അവൻ എന്തോ ചെയ്ത്? അവനൊന്നും ചെയ്തില്ല, അവനോട് പിണങ്ങി ഇവൻ. അവനെ തുടങ്ങി അത് ചുമ്മാ അവനൊന്ന് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ചെയ്ത. എടാ സൗഹൃദങ്ങളൊന്നും എപ്പോഴും എങ്ങനെ കിട്ടുന്നില്ല, മനസ്സിലായ? നല്ല സൗഹൃദങ്ങൾ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. ശരിയാണോ? അതെ, ഈ പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാം നമ്മളെല്ലാം ഒരു കുഴി പോകണ്ടല്ലേടാ. അതെ, ജീവിച്ചിരിക്കുമ്പോ ഈ പിണക്കങ്ങളൊക്കെ വെച്ചിട്ട് എന്തിനാ? ശരിയാണോ? ശരിയാ. ഞാൻ 9ാം ക്ലാസ്സിന്റെ പരീക്ഷ പാസ്സായപ്പോഴും അവനെ അഭിനന്ദിച്ച് വിട്ടേ ഉള്ളതാണ്. പിന്നെ ഇന്നാ കാണുന്നത്. പിന്നെ നീ അതിനുശേഷം അവനെ വിളിച്ചിട്ടില്ല? ഇന്നാ പിന്നെ കാണുന്നേ. അവ 9ാം ക്ലാസ്സിന്റെ പരീക്ഷ കഴിഞ്ഞ് അന്നാ വന്നത്. പിന്നെ 10ാം ക്ലാസ്സിൽ പോയില്ലേ? 10ാം ക്ലാസ്സിൽ പോവാ വെക്കേഷനില്. നീ എന്താ ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ താടി വളർത്തിയേക്കണേ? വലിച്ചു പോച്ചിരിക്കുവാന്ന് ഇവൻ എന്തൊക്കെ പറയുന്നത്? ഇവര് ഉച്ചക്ക് കറണ്ട് അടിച്ചതാ. ഓക്കെ, അതുകൊണ്ട് മന്ദാർ, ഞാൻ ഇന്നോട്ട് ചോദിക്കണോ, നിനക്ക് എന്തുകൂടെ ഇത്ര ആറ്റിറ്റ്യൂഡ്? എന്താണ് പറയുന്നേ? എനിക്ക് എന്താ ആറ്റിറ്റ്യൂഡ്? എന്താ പോയി MRD ആയിട്ട് സംസാരിക്കേ? ഞാൻ എന്താ ആറ്റിറ്റ്യൂഡ്? ഇപ്പൊ പോലും ആറ്റിറ്റ്യൂഡ് ഇല്ലാണ്. നമ്മളൊക്കെ പാവങ്ങള്. ഞാൻ ഇച്ചിരി സിഗ്മ ആയിന്ന് ഉള്ള ആ ഒരു ഇതേ ഉള്ളതാണ്. എന്തായാലും ഇന്നലെ വലിയൊരു സാധനം പറഞ്ഞ ഓർമ്മയുണ്ടാ? ഓർമ്മയില്ല. ഞാൻ എന്ത് പറഞ്ഞു? എന്താടാ കേട്ടോ. ഞാൻ നൈസായിട്ട് അവിടെ കൊണ്ടിരുത്തുന്നു. കുറച്ചു നേരം ജോക്കി ഇപ്പൊ അവിടെ ഇരിക്കും. ജോക്കി ഇപ്പൊ കുറച്ചു നേരം എന്നെ കാണാൻ വേണ്ടിട്ട് വരും. മന്ദാരം വേണ്ടിട്ട് ജോക്കി ഇപ്പൊ എണ്ണിക്കും. 10 വരെ എണ്ണുമ്പോഴത്തേനും ജോക്കി എണ്ണിക്കും. 1 2 3 4 5 6 7 8 9 10. അണ്ണൻ പോയോ? പറയടാ. എന്റെ ഗേൾഫ്രണ്ട് വെൽക്കം ആയോ? 2 പേര് പോയോ? ഇല്ല, ഒരാള് പോയി. മറ്റേ പഠിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് വന്നിട്ടില്ല. ഇവ 2 പേരും ഇല്ല. പക്ഷെ ഇത് ഞാൻ ബ്രേക്കപ്പ് ആക്കിയതാണ്. എന്ത് പറഞ്ഞു? കണ്ണാപ്പി ഒരു ദിവസം മൈൻഡ് പറഞ്ഞ്. എടാ എന്റെ ഓറ പോയടാ. ഞാൻ പറയത്തില്ല, എന്റെ ഓറ പോയി. എന്താ ആശിന്റെ സൗണ്ട് ഇങ്ങനെ? അത് വേറെ ആരാ അപ്പൊ സംസാരിച്ചോണ്ട് പോയത്? പറയടാ, നീ എന്തിനാ ബ്രേക്കപ്പ് ആക്കിയേ? അത് ഒരു ദിവസം ഞാൻ ഈശ അടിയാണ്. അപ്പൊ കണ്ണാപ്പി നമ്മളെ ഒന്നിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു ഈശ പ്രഗ്നന്റ് ആവും. അപ്പൊ ഞാൻ പറഞ്ഞ് അതിന് സാധ്യല്ല, നമ്മളതിന് ഒന്നും നടന്നിട്ടില്ല. ക്ഷത്രിയനെ നമ്മള് കല്യാണം കഴിക്കാണ്ട് ഇമാതിരി നിക്കൂലെന്ന് പറഞ്ഞു. നമ്മളെ കുടുംബത്തിന്റെ പാരമ്പര്യം അറിയാലാണ്. പിന്നെ അപ്പാട് ഈശാനോട് ഞാൻ ചോദിച്ചു, ഈശ ഈ കണ്ണാപ്പി പറയുന്നത് സത്യമാണോ എന്ന് പോയി ചോദിച്ചു. അപ്പൊ ഈശ എന്റെ മുഖത്തേക്ക് പറയണേ, അതിന് മന്ദാരത്തിൽ അതിനിപ്പോ ഉള്ള കഴിവൊന്നുമില്ല. ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോയാണ്. സത്യം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് അവളെ വെച്ചോണ്ടിരിക്കണ്ട, വിട്ടേ. ബ്രേക്കപ്പ് ആക്കിയത് അണ്ണനും കൂടെ എന്നെ ആശ്വസിപ്പിക്കുന്ന വിചാരിച്ചു. ഞാൻ ആശ്വസിപ്പിച്ചതല്ലേ നിന്നെ. വെറുതെ നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരൊന്നും തലേ കയറ്റി വെക്കേണ്ട ആവശ്യമില്ല. വിട്ടേര്, അതൊക്കെ വെറുതെടാ. അതൊക്കെ മറക്കാനായിരിക്കുന്ന കാര്യങ്ങളല്ലേ. ഒരു മിനിറ്റ്. കോച്ച് ഇവിടെ ഉണ്ടായിരുന്നോ? കോച്ച് ഞാൻ സരളൊക്കെ ഉണ്ടായിരുന്നു. സരളക്ക് കോച്ചിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു പറഞ്ഞ്. കോച്ചിനെ ഞാൻ സെറ്റാക്കി തരട്ടെ? ആർക്ക്? നിനക്കാ? പിന്നെ സെറ്റാക്കി തരാൻ പറഞ്ഞു. ഒരു മിനിറ്റ് കോച്ച് താവരുതേ. ആരടിച്ചേ? ദർശന പോയോ?
അപ്പൊ കൂട്ടാ എന്ത് പറ്റിയാട്ടാ മുണ്ടും മുക്കി അല്ല പെട്ടെന്ന് ഓടിപ്പോയത്. നീ എന്താ ഇവിടെ കിടന്ന് കറങ്ങണേ? ഞാൻ മുതുക്കല്ലേ എല്ലാരും പരിചയപ്പെടും. നിങ്ങളെല്ലാരും നിൽക്കുമ്പോ പിന്നെ സംസാരിക്കട്ടെ. ഞാൻ എല്ലാത്തിനും ഞാനല്ലേ ഉള്ളു. അണ്ട എന്ത് പറ്റിട്ടാ? അതെ, എല്ലാത്തിനും നീ തന്നെയാണ്. കുറച്ച് ഭയങ്കര ദർശനൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ. ദർശനം എന്നെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ദർശനം കണ്ടോളാം, അത് കുഴപ്പമില്ല. ആ ചോദിച്ചോ വെറുതെ ചോദിച്ചു. അണ്ണൻ എപ്പോഴും ഈ മുണ്ടൊക്കെ ഇട്ട് നടന്നു. അണ്ണൻ മുണ്ടൊക്കെ എടുത്ത് മാറ്റി. മുണ്ടൊക്കെ ഇപ്പൊ അണ്ടത് പിള്ളേർക്ക് ഇഷ്ടമല്ലാതെ അവർക്ക് ഈ കറുപ്പ് മുണ്ടൊക്കെ എടുത്തിട്ട്. അത് കുഴപ്പമില്ല, പിള്ളേർക്ക് വേണ്ടിയല്ലോ ഞാൻ. പിള്ളേർ ഹലോ പിള്ളേരുണ്ട്. ഹലോ, എവിടെയാ ദർശന? ഹലോ അണ്ണു. അണ്ണു ഹലോ 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 ഹലോ. ഇത് പാസു അല്ലേ? അതെ, ഞാൻ മാറ്റ് ആയിരുന്നു. അന്ന് നമ്മൾ പരിചയപ്പെട്ടിരുന്നു, പക്ഷെ എനിക്ക് നമ്പർ കിട്ടിയിട്ടില്ല. 3333. ഞാനൊരു അർജന്റ് കാര്യത്തിൽ നിൽക്കുക, ഒന്ന് പോയിട്ട് വരട്ടെ. ഓക്കെ, മറ്റേ അന്ന് മനസ്സിലായില്ല. ഇല്ല, മനസ്സിലായില്ല. മാറ്റ് അല്ല, മാറ്റ്. ഒരു സെക്കൻഡ്. ഹലോ, അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ദർശന എന്ന് പറയുന്ന കുട്ടിയായിട്ട് ബന്ധമൊന്നും ഇല്ലല്ലോ, ഉണ്ടോ? അല്ല, ആ കുട്ടി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനുള്ളതുകൊണ്ട് നിന്റെ അടുത്ത് സംസാരിക്കാൻ ആ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നതാണ് ആ കുട്ടി പറയുന്നത്. അതെന്താണെന്നറിയോ ജോക്കി? ജോക്കി ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ. ജോക്കി അന്ന് നമ്മൾ ഇന്റർവ്യൂവിന് നമ്മൾ രണ്ടുപേരോട് ഇതിനെ ഫയർ ചെയ്ത് ഓർമ്മയുണ്ടോ? ഉണ്ട്. അപ്പോ ജോക്കി അന്നേരം ഒന്ന് മാറിയുന്ന ഓർമ്മയുണ്ടോ? ആ മാറിയുന്ന സമയത്ത് ഞാൻ നല്ല കൊടുത്തിട്ടുണ്ട്, മനസ്സിലായോ? കൊടുത്തിട്ടുണ്ടല്ലേ? അതുപോലെ ഞാൻ ഇല്ലാത്ത സമയത്ത് ജോക്കി നല്ല കൊടുത്തിട്ടുണ്ട്. നീ ഇപ്പൊ എവിടെ നിൽക്കുന്നു? ഞാൻ ജോക്കിയുടെ തൊട്ട് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്ക്. പിന്നെ ഫോൺ വിളിക്കുന്നേ? അന്നേരം ജോക്കി അങ്ങോട്ട് വാതാ. ഹലോ, ഗുഡ് ബോയ് ആവും. പറഞ്ഞു നോക്കി. വാസു, ദർശന ദർശന ജോക്കി. ദർശനക്ക് എന്താ ദർശന? ഞാൻ നിൽക്കുന്നോണ്ടൊരു ബുദ്ധിമുട്ട് ദർശന വാസുവിനോട് സംസാരിക്കാനായിട്ട്. ഇടയ്ക്കൊക്കെ സംസാരിക്കാറുള്ളൂ. ഞങ്ങള് വളരെ റെയർ ആയിട്ട് കാണാറുള്ളൂ. ഞാൻ ഇപ്പൊ തന്നെ നമ്മള് ഫ്രണ്ടിനെ കാണുമ്പോ ഒരു ഹായ് ബൈ, അത്രേ ഉള്ളൂ. അല്ല, പിന്നെ ഫുഡ് കഴിച്ചോന്നൊക്കെ ചോദിക്കും കേട്ടോ. ഫുഡ് കഴിച്ചോന്നായിരിക്കുമല്ലേ? ഇവിടെ മുതുക്കില് ഞാൻ തുമ്പിക്കൈ ഇട്ടാട്ടോ, ഇങ്ങോട്ട് വാ. ഈ മാർക്കിൽ തുമ്പിക്കൈ ആട്ടോ, ഇങ്ങോട്ട് വാ. ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചു. പിന്നെന്തൊക്കെ ആട്ടം? അല്ല, വേറൊന്നും ചോദിക്കാറില്ല. അന്ന് ഇലക്ഷന് നിക്കുമെന്ന് പറഞ്ഞിട്ട് ഇലക്ഷനൊക്കെ നിന്നോളാം മോളെ, ഞാൻ ഇലക്ഷനൊക്കെ നിന്നോളാം. നിൽക്കാത്തതൊന്നും മോളെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. വോട്ട് ചെയ്തോ? എന്തുവാണ് അതിന്റെ പ്രശ്നം? വാസു, ജോക്കി ഒരു കോൾ വരുന്നു, ഒരു മിനിറ്റ്. ഹലോ ഹലോ, ഇത് മാറ്റ് ആണേ. മറ്റേ റോക്ക് സൂഡിന്റെ ഓർഡർ അല്ലേ? അതെ 333 അല്ലേ? ഓക്കെ. ഇതാണ് നമ്പർ. ഞാൻ നമ്പർ സേവ് ചെയ്തേക്കാം. എന്നെ വിളിച്ചത് ഇന്ന് ഞാൻ ഇച്ചിരി തിരക്കാം. നോ പ്രോബ്ലം. ഓക്കെ മാറ്റ്. ഓക്കെ, നമ്പർ സേവ് ചെയ്തേക്കാം. മാറ്റ് എന്നല്ല പേര്. ആഡ് ടു കോണ്ടാക്ട് മാറ്റ് റോക്സ്വുഡ് ഓണർ മാറ്റ്. കോമഡിക്ക് അയ്യെന്നൊരു വർത്താനോ എന്തൊക്കെയാ കേക്കുന്നത്? എടാ നീല ഒന്ന് തന്നെ. നിനക്ക് കപ്പിളൊന്നും ഇല്ല ഇവിടെ? ഇല്ല. അണ്ണ ഞാൻ ഒരാൾക്ക് ചോക്ലേറ്റ് ഡയറി മിൽക്ക് കൊടുത്ത് അപ്പൊ പറഞ്ഞു ഷുഗർ കട്ടാന്ന്. പിന്നെ ഞാൻ വേണ്ടിയത്. എന്നിട്ട് ആ കൊച്ചെന്ത് പറഞ്ഞ ബിസിയാന്ന് പറഞ്ഞു. നിനക്ക് താല്പര്യമുള്ള കൊച്ചിന്റെ പേരെന്താ? അവള് വേണ്ട.
ഗ്യാങ് ആണോ നോക്കുന്നത് അതോ ടിൻഡർ ആപ്പ് വല്ലോ ജോക്കി ഞാനൊരു കാര്യം പറയട്ടെ ജോക്കി ഞാൻ ഒരു കാര്യം പറയട്ടെ ഒത്തൊരുമയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ജോക്കി ഇന്ന് നല്ല ജോക്കി നമ്മളൊരു കമ്പനി നടത്തുന്നു ആ കമ്പനി നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്താ നമ്മള് എംപ്ലോയേഴ്സിന് വേണ്ടി ചെയ്തു കൊടുക്കണം എംപ്ലോയീസിന് ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കണം ജോക്കി അങ്ങനത്തെ ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയർ ഞാൻ ഇവരിലേക്ക് കൊടുക്കില്ലേ അതുകൊണ്ടല്ലേ ഇവര് സന്തോഷത്തോടെ ഇരിക്കുന്നത് ഒരു മിനിറ്റാ മന്ദാരം ഒരു മിനിറ്റാ ജോക്കി ഒന്ന് സംസാരിക്കല്ലേ ഒന്ന് വന്നേ നീ ഒന്ന് അടങ്ങി നിക്കുമോ എലക്ഷൻ കഴിയുന്നവരെ ജോക്കി കുറച്ചൊന്ന് ചില്ലായേ ഞാൻ ചില്ലാണ് ജോക്കി 35-70 വോട്ടാ വരാൻ പോണേ ഇവന്മാർക്ക് ഈ ഒരു സ്വാതന്ത്ര്യം നമ്മളിങ്ങനെ ഭയങ്കര സോഷ്യലൈസ് ചെയ്ത് നിൽക്കുമ്പോ ഇവന്മാരുടെ ലവേഴ്സ് ഇപ്പൊ എക്സാമ്പിൾ ഇവന്മാരെയൊക്കെ വിടാം നമ്മളിപ്പോ എങ്ങനെ ഫ്രീ ആയിട്ട് വിടുമ്പോ ഇവരെയൊക്കെ കപ്പിൾ വിളിക്കുന്ന സമയത്ത് എന്താ ഞാൻ അങ്ങോട്ട് വരുക അപ്പൊ അവര് ചോദിക്കും അവിടെ ജോക്കിയാണൊക്കെ ഇല്ലേ ജോക്കിയുണ്ട് ഇപ്പൊ പണ്ടത്തെ പോലെ സീനൊന്നും ഇല്ല എന്ന് പറയുമ്പോ അപ്പുറത്ത് നിൽക്കുന്ന കൊച്ചിനും ആണോ പുള്ളി ഓക്കെ അങ്ങനല്ല ഗ്യാങ് ഹൗസിലോട്ടല്ല എവിടെയെങ്കിലും ഒക്കെ കറങ്ങാൻ പോകുന്ന സമയത്ത് മനസ്സിലായ നമ്മളിപ്പോ നമ്മളോട് നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും വിളിക്കുമ്പോ ജോക്കി സിറ്റിയിൽ ഉണ്ടെങ്കിൽ തന്നെ ജോക്കി സിറ്റിയിലുള്ളപ്പോ ഇവന്മാരങ്ങനെ പോത്തില്ലല്ലോ ഇപ്പൊ ജോക്കി ഉള്ളപ്പോ അവന്മാര് പോകുമ്പോ തന്നെ അവളുമാർക്ക് ഒരു തോട്ട് വരൂലേ ജോക്കി ഉള്ളപ്പോഴും വിടുന്നുണ്ട് അപ്പൊ ഇവര് തന്നെ ചോദിക്കും ജോക്കി ഉള്ളപ്പോ വരുന്നുണ്ട് സീനൊന്നും ഇല്ലേന്ന് അപ്പൊ ഇവന്മാര് പറയും ഇല്ല ജോക്കി അതൊക്കെ മാറി അപ്പൊ അവർക്കൂടെ വോട്ട് ചെയ്യാൻ ഒരു ത്വര വരും മനസ്സിലായ അതാ ഞാൻ പറഞ്ഞത് ഇലക്ഷൻ കഴിയുന്നവരെ അങ്ങ് കണ്ണടച്ച് വിട്ടേരെ നിന്റെ കാര്യത്തിലും കണ്ണടക്കണമായിരിക്കും അല്ലേ അതായിരിക്കും ഞാൻ വേട്ടാവളിയാ നീ വല്ല ഒക്കുന്ന പണിക്ക് എങ്ങാണ് പോവാൻ നോക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഞാൻ കണ്ണടച്ച് നിക്കാ ഞാൻ ഇനി കണ്ണടച്ചൊക്കെ നിക്കാ എടാ ഇലക്ഷന് കഴിയുന്നതിന് വരെ ഞാൻ അവരുടെ ഓൾറെഡി പറഞ്ഞു ജോക്കി ഇല്ലായിരുന്നു ആ ദർശനം ഞാൻ എന്ന് സെറ്റ് ചെയ്തേനെ എടാ നിന്റെ അടുത്തിലടാ കുട്ടിക്കുരങ്ങ എപ്പോ കൊറേ നാളായിട്ട് ചോദിക്കുന്നത് ദർശനം ഇഷ്ടമാണോ ദർശനം എനിക്ക് ഇഷ്ടമാണോ ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമല്ല എടാ നീയേ ഒരു കാര്യം ചെയ്യ് ഇതിനകത്ത് കുഴി എടുത്തിട്ട് അതിനകത്ത് കാലും കവച്ച് വെച്ച് ഇരി ദർശനം ഇഷ്ടമാ സംസാരിക്കാം ഇല്ല അത് വേണ്ട വില പോവും ജോക്കി വില പോവും അയ്യേ പരിന്തോസത്തിനെ പറ്റി ഇങ്ങനെയാണോ ജോക്കി വിചാരിച്ചിരുന്നേ എന്ത് ജോക്കി ഇങ്ങനെ പെട്ടെന്ന് ഒരു കൊച്ചിന്റെ അടുത്ത് പോയിട്ട് ഐ ലവ് യു എന്ന് പറയുന്ന ടൈപ്പാണ് പരിന്തോസത്താണോ ജോക്കി വിചാരിച്ചത് ഐ ലവ് യു പറയാൻ ആര് പറഞ്ഞു പെട്ട അടിച്ചിരിക്കുമല്ലോ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞു ജോക്കി ഞാൻ വേറെ ജോക്കി ഇപ്പൊ ചെന്നിട്ട് വാസുവിന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ വില പോയി ഐശ്വേ അല്ല ഞാനൊരു കാര്യം ചെയ്യട്ടെ ഞാൻ നമ്മള് അങ്ങനൊന്നും പറയണ്ട സംസാരിക്കാമല്ലോ ഫ്രണ്ട്ലി വാങ്ങി അല്ല എനിക്ക് ഒന്നുകൂടെ കാര്യങ്ങൾ കൺഫേം ചെയ്യണം ഒന്നുകൂടെ ഒരു മിനിറ്റ് ആദ്യം തൊട്ട് എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇലക്ഷൻ കഴിഞ്ഞാൽ ഗുണം മാറുമോ എടാ ഞാനൊരു കാര്യം അല്ല ഞാൻ ആദ്യം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇലക്ഷനുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഒന്നാമത്തെ കാര്യം എനിക്ക് ഈ പെണ്ണുങ്ങളുടെ ഒരു 10 വോട്ട് കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ തോക്കാനൊന്നും മുതല ഞാൻ എന്തായാലും ചെയ്യും അതെനിക്ക് 100% ഉറപ്പാ ഞാൻ ഈ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മൾ നടത്തി തരുമല്ലോ ഏത് പിന്നെ അങ്ങനെയാണല്ലോ 10-12 പിള്ളേരെ വോട്ട് കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് തോക്കുന്നതാണ് നിന്റെ വിചാരം നല്ല വിഷയം നിനക്കൊരു താല്പര്യം നമ്മള് നടത്തി തരും മനസ്സിലായോ അതാണ് ഞാൻ ഈ പറയുന്നേ വേണോ സംസാരിക്കണോ ഇത് മറ്റേ ഉത്സവത്തിന് മറ്റേ കടലൊക്കെ ചെന്നിട്ട് കളിപ്പാട്ടം വേണം ചോദിക്കുന്ന പോലെ പെട്ടെന്ന് എങ്ങനെയാ പറയണേ പിള്ളേരെ ഞാനൊരു കാര്യം പറയട്ടെ എന്താടാ ദർശനക്ക് എന്താ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ദർശനയുടെ ചോദ്യം ചോദിക്കാം പറയുന്നത് കേക്ക് പറയണ്ടപ്പോഴേ ദർശനടുത്ത് ഒന്ന് പോയിട്ട് വാ വാസു ഇങ്ങോട്ട് അവര് കടപ്പുറത്തോട്ട് അല്ല അണ്ണനെ ഒറ്റയ്ക്ക് മതി പറഞ്ഞു നമ്മളെല്ലാരും വേണം ഞാൻ അതിന് കൂടെ ഫ്രീ എനിക്ക് ഇതാണ് പേടിയടാ ഓ പ്ലാസ്റ്റിക് ബാറ്റ് നീ പറയുന്ന അണ്ണൻ ഒരു പ്ലാസ്റ്റിക് അതിനൊപ്പം ബോള്
ഞാൻ ഒരു ഇതിന് കാര്യമുണ്ട്. ഞാനൊരു പെണ്ണിന്റെ അടുത്ത് സംസാരിക്കാൻ പോകുമ്പോ പ്രീവാറിന്റെ അത്ര ആൾക്കാരുണ്ട്. ഇത് നോക്കേണ്ടത് പ്രീവാറിൽ പോലും ഇത്ര ഫുണ്ടാളെ ഞാൻ ഒരുമിച്ച് കണ്ടിട്ടില്ല. നമ്മളെ പെട്ടെന്ന് ഒരു അടി ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതുകൊണ്ടല്ലേ അടി വന്നാൽ ഞാൻ ഒറ്റയ്ക്ക് അടിച്ചോളാം. അണ്ണാ നമ്മുടെ ഈ എംപ്ലോയീസിന് ആനന്ദകരമാക്കിയാൽ നമുക്ക് ഓയാ കഴക്കൂട്ടത്തെ ഒരു റൂം സെറ്റ് ആക്കി തരും. മന്ദാരം മെല്ലെ സംസാരിക്കണം. വാസു നിനക്ക് വേണ്ടി മലയല്ല പെണ്ണിനെ വരക്കാൻ തോളക്കേറ്റ്. നീ എന്റെ കൂടെ വന്നാണ്. കുടുംബത്തിനെ അവന്റെ അടുത്ത് വന്ന് വണ്ടി കയറാൻ പറ. കൊണ്ടുപോയി ഇതൊക്കെ ഒരു തന്നെയാണ് അളിയത്. എന്താണ് കാണുന്നത് ഞാൻ? ഇത് എന്തോ ട്രാപ്പാ ഇത്? ജോക്കി ഞാൻ എടുക്കൂല കേട്ടോ. അല്ലല്ലോ 4 സീറ്റ് ഉണ്ടോ? കേറടേ. ഓ ശരി വാ പോവാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ സാന്നിധ്യം നിങ്ങൾക്കൊരു പ്രശ്നമാവുന്നുണ്ടോ സംസാരിക്കാനായിട്ട്? അയ്യോ അങ്ങനെതാ എന്താ ജോക്കി, നമ്മളല്ല ഒന്നുമല്ലേ. ദർശന സംസാരിക്കും എന്തൊക്കെയാണ് ദർശന, എന്തൊക്കെയാണ് ഭാവി പരിപാടി എന്താണ് ആക്ച്വലി? ഞാൻ അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. തീരുമാനിച്ചിട്ടൊന്നുമല്ല. ദർശന സിംഗിൾ ആണോ? സിംഗിൾ ആണ്. റെഡി ടു മിങ്കിൾ. നല്ലൊരു പയ്യൻ വന്ന സിറ്റിയില് നല്ല പയ്യന്മാരൊന്നും ഇല്ലല്ലേ? സിറ്റിയില് നല്ല പയ്യന്മാരുണ്ട്, പക്ഷേ അവർക്ക് എന്നെ കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണല്ലോ. ദർശന എങ്ങനെയാണ് ടൈപ്പ്? എങ്ങനെയാണ് ദർശന? ആംഗ്രി ആണോ അതോ ടൈപ്പ് സി ആണ്? അതെങ്ങനെയുണ്ട് ആ ടൈപ്പ്? കാം ആൻഡ് ക്വയറ്റ് ആണ്. വാസു അതൊരു പ്ലസ് പോയിന്റ് ആണ് കേട്ടോ. എന്താ കേട്ടില്ല? ഈ കാം ആൻഡ് ക്വയറ്റ് മനസ്സിലായോ? ഈ കടിച്ചു കിട്ടാത്ത ഒരു പ്രകൃതമാണ് ദർശന. ഓ ഓക്കെ. ദർശനെ ഈ ഷോർട്ട് ഫോമിൽ എങ്ങനെയാ വിളിക്കുന്നത്? ദർശു എന്നാണോ ദർത്താണോ? ആണല്ലേ. എടാ ഇതിപ്പോഴേ ഞാൻ മാത്രം അങ്ങനെയൊക്കെ ആരല്ല വിളിക്കണേ? ദർശു എന്നൊക്കെ ആരും വിളിക്കുന്നവരുണ്ടോ സിറ്റിയില്? ചില ടപ്പിക്കണ്ണന്മാര് കാണുമല്ലോ ഇതിന്റെയൊക്കെ പുറകെ നടക്കുന്ന വലിപ്പിച്ചിട്ട് അമ്മരൊക്കെ വിളിക്കും ഇങ്ങനെ ദർശു 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 എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ എന്താ വിളിക്കുന്നവരെ കാണും, എനിക്ക് അറിയത്തില്ല. അതൊക്കെ വിളിക്കുന്നവരൊക്കെ കാണും. മോളുടെ പുറകെ ഏതെങ്കിലും ടപ്പിക്കണ്ണന്മാര് നടന്നിട്ടുണ്ടോ? എന്റെ പൊന്നെ കൊച്ചെ എന്തോ ചോദിച്ചാലും അങ്ങനെ അങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഒന്നെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ. ഇത് നടന്നിട്ടില്ല. വാസു കൊച്ച് നീ എന്തെങ്കിലും സംസാരിക്കേ. നീ എന്ത് ഞാനൊരു കാര്യം പറയട്ടെ മോളെ, ഇതുവരെ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കി സംസാരിക്കാത്ത ഒരു ചെറുക്കൻ സിറ്റിയിലുണ്ടെങ്കിൽ, ഞാൻ വരെ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കി സംസാരിക്കാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ മോളൊന്ന് TPP ഇടിച്ചിട്ട് ഒരു മിനിറ്റ് TPP ഇടിച്ചിട്ട് ഫ്രണ്ടിലോട്ടൊന്ന് നോക്കിയാണ് ഒരു ചെറുക്കനെ കാണുന്നുണ്ടോ? ആ ചെറുക്കൻ ഇതുവരെ സിറ്റിയിൽ നമ്മുടെ വാസു അവൻ അത് നാണവ കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഉണ്ടായിരിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണമാണ്. മനസ്സിലായോ? ഈ ചേട്ടന്റെ സ്ഥാനത്ത് അല്ലല്ല ഞാൻ അധികം അങ്ങനെ സംസാരിക്കുന്ന ടൈപ്പല്ല. ഞാൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെ തുടരണം. ഇതിപ്പോ ഇറങ്ങിയിട്ട് ഒരു മിനിറ്റ്, ഇപ്പൊ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ഒന്ന് ഇറങ്ങുമോ? തൊട്ട് സംസാരിക്കേ ജോക്കി. അത് കൊച്ചു പേടിക്ക് ജോക്കി വേണ്ട. വാസു വണ്ടി എടുത്തു മോനെ. വാസു വണ്ടി എടുത്തോളാം, എനിക്ക് വയ്യ ഓടിക്കാൻ. കുട്ടിയും പൊട്ടിയും പേടിക്കല്ലേ കേറേ. മോള് കേറിക്കോ വണ്ടി കയറണ്ട കേട്ടോ, ഞാൻ കയറിക്കോളാം. എന്താ പറ്റി? അല്ലല്ല ഹോട്ട് വയർ. എന്തുകൂടെ പോയത്?
അത് നമ്മുടെ വീട്ടിലെ വണ്ടിയല്ലേ? നമ്മുടെ വീട് നമ്മുടെ വീടോ? അല്ലല്ല, അണ്ണുന്റെ എന്റെ ടാപ്പിംഗ് സ്പീഡ് ഭയങ്കര കുറവാണ്. നിങ്ങളുടെ വീട്ടിലെ വണ്ടിയല്ലേ? അങ്ങനെ നമ്മള് നമ്മള് നല്ല രീതിക്കുണ്ട് അങ്ങനെ നിങ്ങളൊന്നും ഉണ്ടല്ലേ. പിന്നെ ഞങ്ങള് നല്ല പെട്രോൾ തീർന്നേട്ടാ. പെട്രോൾ ഒന്നും തീർന്നിട്ടൊന്നും ഇല്ല. പെട്രോൾ തീർന്നു. നമ്മുടെ വണ്ടിയാ. ഇങ്ങനെയാണെങ്കിൽ നാളെ അതിനകത്ത് ഇരിക്കുമല്ലോ ഓട്ടോ കൊച്ചേ. ജോക്കി ഇത് ജസ്റ്റ് ഒന്ന് ഗരാജിലോട്ട് ഒന്ന് സേവ് ചെയ്തിട്ട് എടുക്കുമോ ജോക്കി? ഒന്ന് ഒരു വട്ടം ഫെയിലായ പിന്നെ പറ്റത്തില്ല. എന്ത് ഫെയിലായാലും എന്റെ പൊന്നു 10ാം ക്ലാസ് വരെ ഞാൻ ഫെയിൽ ആയിട്ടില്ല. ഫസ്റ്റ് ട്രൈയിലാണ് എഴുതിയെടുത്തത്. എന്റെ അടുത്ത് ഫെയിൽ എന്താ? ആകെ ഫെയിലായത് ഈ അപ്പുക്കുട്ടനെ പോലത്തെ ഗ്യാങ്ങിലെടുത്തപ്പോഴാണ് ഞാൻ ഫെയിലായത്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ അതുണ്ട് കേട്ടോ ദർശന. ജോക്കി ഇതൊന്ന് സേവ് ചെയ്തിട്ട് എടുത്തേ ജോക്കി. ഇതൊന്ന് സേവ് ചെയ്തിട്ട് എനിക്കൊന്ന് തന്നെ ജോക്കി. എവിടെ സേവ് ചെയ്യും ജോക്കി? തൊട്ട് ബാക്കില് മാപ്പ് നോളജ് ഒന്നും ഇല്ലേ? എത്ര നാളായി സിറ്റി കളിക്കാൻ വേണ്ടി? 4-5 വർഷമായില്ലേ? എടാ നിന്റെ അത്ര ഇല്ലല്ലോടാ മോനെ. നീയല്ലേ എടാ നീ എന്താ പറയാനാ മോളെ ഈ ചേട്ടൻ സ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് ഈ പിള്ളേരൊക്കെ ഇവൻ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പബ്ജിയില് DMR പോലും കളിക്കാത്ത ഇതുകൊണ്ടാ. എനിക്ക് ടാപ്പിംഗ് സ്പീഡ് ഭയങ്കര കുറവാ. എനിക്കത് ഒട്ടും വരില്ല. ഞാൻ ഈ പബ്ജിയിൽ DMR ഒന്നും കളിക്കാത്ത അതുകൊണ്ടാ. എനിക്ക് പറ്റൂല. എനിക്ക് ടാപ്പിംഗ് സ്പീഡ് ഭയങ്കര കുറവാ വയസ്സ്. എനിക്ക് അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ജോക്കി അതെ ഈ വണ്ടിയുടെ അടുത്തേ. ഈ വണ്ടി അതന്നെ എനിക്ക് ഇങ്ങോട്ട് തന്നെ. പുള്ളി എന്ത് ചെയ്യ? ഹലോ. അതെ 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 ഇവിടെ അത്രയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും എനിക്ക്. ഇങ്ങനെ അതൊക്കെ ചെയ്യണമെങ്കിൽ ഈ ടാപ്പിംഗ് സ്പീഡ് ഭയങ്കര കുറവാ എനിക്ക്. എന്താ ജോക്കി കേട്ടില്ല? കോൺസെൻട്രേറ്റ് ചെയ്യുമായിരിക്കും. ഡ്രൈവിംഗ് അല്ലേ? അല്ല കോൺസെൻട്രേറ്റ് ഒന്നും ചെയ്തതല്ല. പറഞ്ഞോ എന്ത് പറ്റി? അല്ല ഞാനീ ചോദിച്ചാ എന്തുവാടാ ഇത് നമ്മളെ ഫോളോ ചെയ്യുന്നേ? നീ എന്താ ഇങ്ങനെ പുറകെ വരുന്നേ? ഒരു അടി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? എപ്പോഴാ അടി വന്നാൽ ഞാൻ വാളൂരി വീശിക്കോളാം. എന്റെ അടിയിൽ ഇരിപ്പുണ്ട്. അല്ല നീ എന്തിനാ നമ്മുടെ പുറകെ നടക്കുന്നേ? ഓരോരുത്തന്മാര് മണപ്പിച്ച് നടക്കും. ദർശനായിട്ട് എന്തെങ്കിലും ടിങ്കോൾട്ടി ഉണ്ടോ? അയ്യോ നാടകടി വല്ലായിരുന്നോ? എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം വെച്ച് കഴിഞ്ഞാൽ ജോക്കി ഒരാളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണോ ജോക്കി? അല്ല ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വാക്ക് വന്നതേ. എന്തേലും ഉണ്ടോന്ന് ചോദിച്ചല്ലേ. സിമുലേറ്റർ ഗെയിം കളിച്ചു വെച്ചിരിക്കുമ്പോ ഇങ്ങനെ കേട്ടാ. സുഹൃത്താ അതും തുടങ്ങിയത്. ഞാനീ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഡപ്പിക്കണ്ണാണ് ദർശന. ഈ എന്താണ് ഭാവി പരിപാടി? അല്ല അത് പെട്ടെന്ന് അല്ല എന്താണ് ദർശനയുടെ ഭാവി പരിപാടി? എന്തൊക്കെയാ ജോക്കി ചോദിക്കണേ? അല്ല അത് പെട്ടെന്ന് എന്റെ വായി മൊത്തം ഇന്ന് സ്ലിപ്പ് ആവുക. അപ്പൊ ദർശന എന്താണ് ഭാവി പരിപാടി? ദർശന ഇല്ല ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ജോലി കൂലിയൊന്നും ഇല്ല. അല്ല അത് അന്ന് നമ്മുടെ PA ആയിട്ട് വന്ന ഓർമ്മയില്ലേ ജോക്കി? മറ്റേ ഇന്റർവ്യൂവിന് വേണ്ടി വന്നതാ. ഞാൻ ഈ റേഡിയോന്ന് നിലവിളിയും അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദർശന എടുത്തപ്പോ ഒരു ദർശന ഞാനൊരു കാര്യം പറയട്ടെ. ഈ വാസുവിനെ കുറിച്ച് എന്താ അഭിപ്രായം? വാസുവിനെ പറ്റി നല്ല അഭിപ്രായമാണല്ലോ. നല്ല അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സിറ്റിയില് ഏറ്റവും നല്ല എന്റെ ഏറ്റവും നല്ല ഫ്രണ്ടാണ്. അടുത്ത ഫ്രണ്ടാണ്. വണ്ടിക്കകത്ത് വെള്ളം വെക്കുവോ? വെക്കാലോ. ബാക്കി പറഞ്ഞു. ബാക്കി പോട്ടെ. വണ്ടിയിൽ വെച്ചിട്ടുണ്ടേ.
ആ ഓക്കെ. ഞാനീ പറയുന്ന അതൊന്നും അല്ല, മനസ്സിലായോ? ഈ ഒരു സാധനത്തില് ദർശനയ്ക്ക് വലിയ ഇതിപ്പം ദർശന വാസുവിനെ നല്ല സുഹൃത്തല്ലേ? ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. എന്താണോ അങ്ങനെ ചോദിച്ചേ? അല്ല, എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? എന്തേലും പറയണ. ഞാനിങ്ങനെ ഇതല്ല ഞാൻ ചോദിച്ചതാണ് മോളെ. എന്താണ് ഒരു ഇതെന്ന്, എന്താണ് ഇതാന്ന്? അണ്ണുവിന് എന്തെങ്കിലും സംശയം അങ്ങനെ എന്തേലും? ദർശന അണ്ണ പറ. വീടെവിടാ? വീട്ടിലിറക്കാനാണോ? അല്ല, ജസ്റ്റ് ചോദിച്ചത് കോൺവെർസേഷൻ. വീട് നമ്മുടെ മുതുക്കിന്റെ ഒക്കെ മേളിലായിട്ട് വരും. മുതുക്കിന്റെ മേളില് ഗാരേജിന്റെ ഒക്കെ മേൾ സൈഡിലായിട്ട് വരും. എന്താ അയച്ചത്? ഞാൻ പെട്ടെന്ന് പറ. ഞാൻ പെട്ടു. ഒന്ന് വണ്ടി ഇരിക്കണം. സൈഡിലോട്ട് ഒതുക്കുമോ? വാസു ഒന്ന് ഇറങ്ങി പറഞ്ഞു. വാസു ഒരു മിനിറ്റ്, അവൻ ഞാനായിട്ട് ഉണ്ട കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ റീവാറിന് വാങ്ങിച്ചേ. ഒരു മിനിറ്റ്. എടാ ഞാൻ എന്തുവാ പറഞ്ഞെന്നറിയാവോ? ഞാൻ എന്തുവാ പണയണ്ടേന്ന് ചോദിച്ചപ്പോ ഞാൻ പെട്ടെന്ന് പറയാനാ ഒരു ഇതി പറഞ്ഞതാ, അല്ലാതെ ഞാൻ പെട്ടു എന്തുവാണോ? നീ മൊണ്ണയാണോ? നീ മൊണ്ണ. ഞാൻ പെട്ടു എന്തോ പെടാൻ. ജോക്കി ഞാൻ എന്തോ ഡയലോഗ് അടിക്കാൻ വരുമായിരിക്കും ജോക്കി അങ്ങനെ ഞാൻ പറയുമ്പോ. എടാ എനിക്കൊരു പെണ്ണിനെ ഡീൽ ചെയ്യാൻ പോലും അറിഞ്ഞിട്ടാ. ജോക്കി സത്യമായിട്ട് ഞാൻ വിചാരിച്ചെന്ന് വെച്ചാ എന്നോട് ഞാൻ പെട്ടു എന്ന് പറയുമ്പോ ജോക്കി ഇനി എന്തേലും മറ്റേ പിക്കപ്പ് ലൈനോ അങ്ങനെ എന്തെങ്കിലും സാധനം കൊണ്ടുവരാനായിരിക്കും. പിക്കപ്പ് ലൈനും കൂടെ ഉണ്ടാക്കി തരാം നിനക്കൊക്കെ. ഇനി ചെയ്തു തരുന്നത് മോനെ പിക്കപ്പ് ലൈനും കൂടെ ഉണ്ടാക്കി തരാൻ എനിക്ക്. ജോക്കി എന്തോ ഡയലോഗ് അടിക്കാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് എന്നെ കൊണ്ട് പറയും. അവൻ നേരത്തെ പെട്ടു എന്ന് പറഞ്ഞ എന്തോന്നറിയാവോ? എന്തായിരിക്കും? എനിക്ക് മനസ്സിലായില്ല. ദർശനം ഒന്ന് ചിന്തിച്ചു നോക്ക്, എന്തായിരിക്കും? എനിക്ക് ചിന്തിച്ചിട്ട് കിട്ടുന്നില്ല. അവന്റെ മനസ്സെവിടോ പെട്ടുപോയെന്നാണ് അവൻ ഉദ്ദേശിച്ചത് ആക്ച്വലി. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. പെട്ടുപോയ മനസ്സ് എവിടെ? അതിപ്പോ ഞാൻ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നടക്കാതിന് വിഷമിച്ചിരിക്കുന്ന ചെറുക്കം പെട്ടുപോയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കൊച്ചെന്തിനാ കുറച്ച് അത് വേറെ രീതിക്ക് എടുക്കുന്നേ? ഇവിടെ പി എൽ കാരണം പ്രീവാർ കളിക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ തോക്ക് ഉണ്ടാക്കിയെടുത്ത് ഇറങ്ങിയതാ. അത് പോയി വെടിവെക്കാൻ പോലും പറ്റിയില്ല. ഒരു വെടി പോലും ഒരുത്തനെ വെടിവെക്കാൻ പറ്റിയില്ല എനിക്ക്. ദർശന സിറ്റിയിലെ വായ്ത്താളം അടിച്ച് മാത്രം നടക്കുന്നവന്മാർക്ക് അല്ലാതെ കഴിവുള്ളവന്മാർക്ക് മാത്രം കിട്ടുന്ന ഒരു സാധനമാണിത്, ടർഫ്. ഇത് ഞങ്ങളുടെ ഒരു ടർഫാ, മണി ടർഫ്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? വേണം ചുറ്റും ഒന്ന് കണ്ടോ. അധികം ആൾക്കാരുടെ കയ്യിലില്ല, 2 നമ്മളെ തന്നെ. അതൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ കൊടുക്കേണ്ടത്. എന്നൊരു കാര്യം ചെയ്യും, അകത്തോട്ട് കക്കൂസൂടെ കഴുകി. എടാ നിനക്കൊന്നും വയ്യേടാ, നിനക്കൊന്നും മലയുടെ മുകളിൽ അങ്ങാണ് കൊണ്ടുപോടാ. ഇതൊക്കെ ഞാൻ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്യിക്കണതല്ലേ. ഇതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് അടിച്ചെടുത്തതല്ലേ. എന്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് എന്റെ അസറ്റ്സ് എന്നൊക്കെ പറഞ്ഞ ഇതല്ലേ ജോക്കി? കേട്ടോ, കേക്കുന്നില്ല. കേക്കോ? ഹലോ, ഇപ്പൊ കേക്ക്. ജോക്കി ഞാനൊരു ഗാങ്സ്റ്റർ അല്ലേ. എന്റെ അസറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ ടർഫ്. ഇത് റൊമാൻറ്റിക് അല്ലേ? ഇതൊന്നും
എടാ ഇത് എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞേടാ നിന്റെ അടുത്ത്. എന്നാ റാഞ്ചി കൊണ്ടുപോവാ. ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ഞാൻ വണ്ടി എടുക്കാം. നിങ്ങൾ കേറ് വണ്ടി എടുക്കാം. ഹലോ വാസണ്ണ. എന്തോ എന്താ എന്താ ഹലോ അതെന്താ അങ്ങനെ നിന്നത്? ഹലോ ഞാൻ പറയുന്ന കേക്കുന്നുണ്ട്. ഹലോ ഇപ്പൊ കേക്കാം. ഇപ്പൊ നല്ല രീതിയിൽ കേക്കാം. ഞാൻ പേടിച്ചു പോയി. പിന്നെ അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞൊന്നും കേക്കുന്നില്ല. ബ്രോ താങ്ക് യു സോ മച്ച്. അപ്പൊ ദർശന ഞാൻ പറയാൻ വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദർശനയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? എനിക്ക് ഞാൻ സത്യം പറഞ്ഞ ഞാൻ അനാഥയാണ്. അല്ല എന്നെ ദത്തെടുത്ത് ഈ സിറ്റിയിൽ ഒരു കല്ല് പറക്കി മുകളിലോട്ട് ഇട്ട് അത് വീഴുന്നത് അനാഥയുടെ തലയിലായിരിക്കും. ഒരു അനാഥയുടെ തലയിലായിരിക്കും. ലോകത്തുള്ള എല്ലാരും അനാഥന്മാര്. ഇത് എങ്ങനെ ജനിച്ചു പിന്നില്ലാണോ? ദത്തെടുത്ത് വളർത്തുന്ന അച്ഛനുണ്ട്. അല്ല ഒന്ന് വെറൈറ്റി മാറ്റി പിടിച്ചിട്ട് എന്റെ അച്ഛൻ ഉണ്ടായിരുന്നു, പണ്ട് വീട് വിട്ടുപോയി, പിന്നെ തിരിച്ചു വന്നു, വേറൊരു അമ്മയായിട്ട് ജീവിക്കുകയാണ്, അങ്ങനെ വല്ലതൊക്കെ പറഞ്ഞുകൂടെ? ഇത് 24 മണിക്കൂറും അനാഥയാണ്. ആരെടുത്ത് ചോദിച്ചോ? ജോക്കിയുടെ അച്ഛന്റെ പേരെന്താ അത് തങ്കപ്പനാശാരി. നീ ഒന്ന് വെച്ചുണ്ടാ നിർത്തി. ഞാനിപ്പോ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരനല്ല മോളെ. അപ്പൊ വീട്ടിലാരും ഇല്ലേ? നമുക്ക് വീട്ടിൽ വന്ന് സംസാരിക്കണമെന്നൊക്കെ തോന്നിയാലേ, ഇപ്പൊ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ദർശനയുടെ വീട്ടിൽ വന്ന് 2 ചപ്പവും മുറുക്കും ഒക്കെ തിന്നണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ട്. എന്നെ എടുത്തു വളർത്തിയ എന്റെ ശിവൻ എന്ന് പറയുമ്പോ എന്റെ വളർത്തിച്ചിട്ടുണ്ട്. കഴിച്ച പാമ്പൊന്നും ഇല്ലല്ലോ വന്ന കടിക്കാൻ? ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാം, ശിവനേട്ടനെ കാണാനായിട്ട് വരാം. ഈ ശിവൻ എന്ത് ചെയ്യുന്നു? ഏലത്തിന്റെ കൃഷിയാണ്. ഏലകൃഷി എവിടെയാണ്? പുറത്താണ്, ബിസിനസ്സാണ് അവർക്ക്. ഏലത്തിന്റെ കൃഷിയാണോ ബിസിനസ് ആണോ? അല്ല അണ്ണ കേട്ടില്ല. ഏലത്തിന്റെ കൃഷിയാണോ അതോ ബിസിനസ് ആണോ? കൃഷി ഉണ്ടായിരുന്നു, കൃഷി ചെയ്ത് അവിടുന്ന് പിന്നെ ഇപ്പൊ വലിയ ഫാക്ടറി ഒക്കെ തുടങ്ങി വലിയ ബിസിനസ് ഒക്കെ സെറ്റ് ചെയ്ത് ഞാനിപ്പോ അതൊന്നും അന്വേഷിക്കാറില്ല. ഒരു മിനിറ്റ്. ഇവളെന്നെ പരിചയപ്പെടുന്നത് പോലും ഇവളുടെ അച്ഛന്റെ പേരറ്റ പേര് മത്തി ശിവൻ എന്ന് പറഞ്ഞ ആൾക്കാർ കളിയാക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ്. ഏലകൃഷി പിന്നെ ഇതൊക്കെ ഞാൻ കാര്യം പറ്റില്ല. നമ്മളെ സ്റ്റാൻഡേർഡ് കുടുംബമാണ് ഇത്. എനിക്ക് തോന്നുന്നില്ല. ഞാൻ പിന്നെ എന്തിനാ ഇത്രയും വണ്ടി എടുത്തിട്ട് മലയുടെ മുകളിൽ കൊണ്ടുവന്നേ? ഇത് സത്യം പറഞ്ഞ പുള്ളിക്ക് പണ്ട് മത്തി കച്ചവടമായിരുന്നു, ഇപ്പൊ ഏലമായെന്ന് പറഞ്ഞാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തേലും ഒന്ന് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും നിന്നിട്ടില്ല വാസു. എന്തേലും ഒന്ന് ചോദിക്കോ, എന്തേലും ഒന്ന് സംസാരിക്കോ. ഞാനാണോ സത്യസന്ധമായിട്ട് പറഞ്ഞോട്ട് ജോക്കി, എന്നെ ഇങ്ങനെ ആക്കിയത് ആരാ? പെണ്ണുങ്ങളോട് സംസാരിക്കാൻ അറിയാനൊന്നും പറ്റാതെ ഒന്നും ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ എന്നെ ഇങ്ങനെ ആക്കിയത് ആരാ? ഇപ്പൊ പറ. അത് ജോക്കിയാ. അത് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. എനിക്ക് അറിഞ്ഞുകൂടാ ഇതൊന്നും. എല്ലായിടത്തും ഞാനല്ലേ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാനിപ്പോ ഇത് ചെയ്തു തരണ്ടേ? മനസ്സ് മുരടിച്ച് പോയി. പണ്ട് തൊട്ടേ ഗ്യാങ്ങിന് വേണ്ടി സംസാരിച്ച് പെണ്ണുങ്ങളുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും മറന്നുപോയി. അല്ല ഞാനിപ്പോ എന്തോ ചെയ്യണ്ടേ? പറ. ഒന്നും ചെയ്യണ്ട. എനിക്ക് മാറാൻ സമയം എടുക്കും ജോക്കി. കാരണം ഞാൻ അങ്ങനെ പെണ്ണുങ്ങളോട് സംസാരിക്കാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ അറിഞ്ഞുകൂടാ ഒന്ന്. അത് ഞാൻ ഡീലായി തരാം. വണ്ടിയുടെ വെളി ഇറങ്ങി. ഇതെന്തോ അകത്ത് കയറിയിരിക്കുന്നേ? അല്ല നിങ്ങള് രഹസ്യം പറയാൻ പോയതാണ്. ദർശന ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ദർശന ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഞാനൊരു കാര്യം ദർശനടുത്ത് ഓപ്പൺ ആയിട്ട് പറയാം. നമ്മള് ഈ ഗ്യാങ് എന്ന രീതിക്ക് നമ്മൾ ഒരു പെൺപിള്ളാരുടെ അടുത്ത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇതായിട്ടില്ല. എന്തിനു പറയുന്നത്, നമ്മൾ സംസാരിക്കാനോ ഇതിനൊന്നും പോയിട്ടില്ല. ദർശനയ്ക്ക് ഒരു ഞാൻ അന്ന് പറഞ്ഞ ദർശനടുത്ത് പറഞ്ഞൊരു പോയിന്റ് ഓർമ്മയുണ്ടോ? ദർശനയ്ക്ക് ഈ സിറ്റിയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ചെറുക്കൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്റെ പറഞ്ഞിരിക്കുന്ന ഇവൻ മാത്രമാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഇപ്പൊ പോലും ദർശനയുടെ മുഖത്ത് നോക്കുന്ന സമയത്ത് കണ്ണടച്ചിട്ടാണ് നോക്കുന്നത്. കാരണം സംസാരിക്കാൻ നാണം.
ചേട്ടൻ അതിശയോക്തി പറഞ്ഞതാ, അത് കണ്ണടക്കിയൊന്ന് എന്റെ പിന്നെ. ഓക്കെ ഓക്കെ കണ്ണാടി ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം. വാസു ആ എന്തോ എന്നെ കാണുന്നില്ല, എനിക്ക് എന്നെ കാണുന്നില്ല ഇരിക്കുന്നു. നമുക്ക് കാണാം. വണ്ടി കയറിയിട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടോ? ഇറങ്ങി ഇപ്പൊ കാണാവോ? റീഫ്രഷ് അടിച്ചപ്പോ പോയി. എടീ മായേച്ചിയായി കേട്ടോ, മായേച്ചിയായി, ചെറുക്കൻ മായേച്ചിയായി. കോഡിനെ വിളിച്ചിട്ടൊന്ന് ഞാനിത് ഇത്രയും വലുതായത്. ഹലോ, ഇതാണ് പ്രശ്നം മോളെ. ഞാൻ കാര്യം പറയട്ടെ, ഇതെന്താ ഇങ്ങനെ? ഇതെന്താ? ഹലോ, ഇതെങ്ങനെ ഇങ്ങോട്ട് പോണേ? ഹലോ ജോക്കി, ഹലോ എക്സ്റ്റൻഡ് ബഡ്ജറ്റ് കൂടണമെങ്കിൽ ഇനി എസ്കേപ്പ് അടിക്കണോടാ. എസ്കേപ്പ് അടിക്കണമെങ്കിൽ ഞാൻ റിവൈവ് ആവണം, എന്നാലേ വരെ പറ്റുള്ളൂ. നമ്മളെ കുറച്ച് അഭ്യർത്ഥികളാണ് ഇത്. ആരും വരെ വലിച്ചെടുക്കുന്നത്, അപ്പൊ ആരും വലിച്ചെടുക്കത്തല്ല. ഓരോ കണ്ടികൾ. ഉണ്ടല്ലോ, പോയി കഴിഞ്ഞ പൊക്കാനും പറ്റത്തില്ല. 2 കോടി രൂപയുടെ കടം കൊടുക്കണം. എന്തൊക്കെ ഹെൽപ്പ് ഇടുന്നോ? MRC ആണോ? ഇത് ടിവിയിലന്മാരാടാ. എന്ത് പറഞ്ഞാൽ നീയൊക്കെ അവന്മാരുടെ തലയിൽ വെക്കണം. എന്തിനാടാ വിടറാ? അടുത്ത പൊടി ഇതാര പൊടി ജോക്കിയും ചത്തോ? താന്താ ചേർന്ന കൂട്ടം അല്ലേ 1504 ഇവിടെ EMS പോലും വരൂല സത്യം പറയാലേ. അല്ലായിരുന്നു ഇതൊരു വേറൊരു ബോഡി വരുന്നത്. അതാരാ? 1504 Command me received an invalid argument one message. അറിയാണ്ട് ഇത് ഇപ്പൊ മലയുടെ മേലെ കാരണം 12 മിനിറ്റ് ഇതുവരെ പൊങ്ങിയില്ല. EMS അത് തൊടനെ ഒന്ന് അനുഗ്രഹിച്ചാൽ മാത്രം മതി. 3 ഭരിച്ചു കിടക്കുന്ന ഗെയിം ബഗ്. ഒന്ന് അനുഗ്രഹിച്ചാൽ മാത്രം മതി, വേറൊന്നുമില്ല. നമ്മളെ അയ്യോ അനുഗ്രഹിക്കാൻ പറഞ്ഞു വന്നല്ല, കാണാൻ പറ്റുന്നില്ല. പ്ലീസ് ഹെൽപ്പ്. വന്നു. സ്പെല്ലിംഗ് തെറ്റിച്ചോ? ഞാൻ എന്താ എഴുതിയത്? സ്പെല്ലിംഗ് തെറ്റിച്ചാ? ഞാൻ കണ്ടില്ലടാ, ഞാൻ പെട്ടെന്ന് എന്തോ ടൈപ്പ് ചെയ്തിട്ടാ. ഞാൻ എന്തിനു സ്പെല്ലിംഗ് തെറ്റിച്ച്? ഏതോ മണ്ടെടുത്ത് ചാടി ചത്ത്. അപ്പാപ്പനാണെന്ന്. അപ്പാപ്പനൊന്നും അല്ലടാ, ഇത് ക്യാരക്ടർ ബഗ്ഗായതാ. എന്റെ ക്യാരക്ടറിന്റെ സ്പെല്ലിംഗ് തെറ്റിച്ചോ? അയ്യോടാ, ഞാൻ കണ്ടില്ല, ടൈപ്പ് ചെയ്തതാ പെട്ടെന്ന്. എനിക്ക് എന്നെ കാണുന്ന പോലും ഇല്ല. കണ്ട മറ്റേ ചത്ത് കിടക്കുമ്പോ വിളിച്ചോണ്ട് പോയി സംസാരിക്കുന്നുണ്ടല്ലോ അവൻ. എന്നെ കഴിവേറി.
ഈ സ്പോട്ട് കൊള്ളാം. വേറെ രണ്ടുപേരും ഒന്ന് ചൊല്ലുന്നത് കണ്ടപ്പോഴാണ് അവരൊക്കെ മനസ്സിലായത്. എടാ എന്താടാ ഇതൊരു വരൂല്ല. വണ്ടി ഓടിക്കാൻ പോലും അറിയില്ല. വരൂല്ലേ, അഡ്മിന് വരൂല. ഇതാരെന്നെ കൊണ്ടുപോണേ? ഇതെന്താ? ഇത് ഞാൻ റസ്, ഇതെന്താ ഞാൻ അഡ്മിനായോ? ഹലോ, എനിക്ക് ഒന്നും ഇങ്ങനെയായി. ലോഡാവുന്നില്ല കേസ്, എനിക്ക് ഗോഡ് മോഡൊന്നും അല്ല കേസ്. ഇത് പോയി കണ്ട എസ്കേപ്പ് അടിച്ചപ്പോ ഇത് ഒന്നും വർക്കാവുന്നില്ല. അനങ്ങുന്നില്ലടാ. റീലോഗ് ചോദിക്കുന്നു. ഒന്നും റീലോഗ് ചോദിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ഒന്നുകൂടെ കണക്ട് ചെയ്യാം. വെയിറ്റ് ചെയ്യാം. RP ഫ്ലോ പോയത് സത്യം. കുഴപ്പമില്ല വേറെ. ഇതും എന്തൊരു വെട്ടോടെ ഇത് അടിക്കണേ. ലൈറ്റ് ഒന്ന് സെറ്റ് ആക്കണം പെട്ടെന്ന്. ഇറങ്ങിക്കറ കണക്ട് ചെയ്യാം പൈസ. ഹെൽത്ത് എങ്ങനെയുണ്ട്? വയ്യ. നാളെ ഞാൻ എങ്ങനെ പോയി പാടുമെന്നാണ് ഞാൻ ആലോചിച്ചിരിക്കുന്നത്. അതാണ് അടുത്ത എൻ്റെ ചോദ്യം. ഈ സൗണ്ടും വെച്ച് ഞാൻ എങ്ങനെ പോയി പാടുമെന്ന്. 1 മണിയായ സമയം. ഞാൻ ഗോകുനെ വിളിച്ചു നോക്കട്ടെ. ഗോകുനെ കൊണ്ട് റേസിങ് ഇടിക്കാം കേട്ടാ കുറച്ചു നേരം നമുക്ക്. ഞാൻ എന്നിട്ട് അതിൽ വരാം. ഇന്നലെ ചിരിച്ച് ചത്ത്. ഇന്നലെ അളിയാ നിക്കെടുത്തിട്ട് പെട്ടെന്ന് ലൈവാ. ഇന്നലെ ചിരിച്ച് പണ്ടാനോടങ്ങി ഗോകുന്റെ ലൈവ് കേട്ടോ. സത്യം പറഞ്ഞ വൈര് കാണാത്തതിനകത്ത് കയറി കാണാൻ കേട്ടോ. അവനെ കൊണ്ട് ലൈവ് ഇടിച്ചിട്ട് ഹോസ്റ്റ് ചെയ്തിട്ട് പോവാൻ ഞാൻ കേട്ടോ. നമുക്ക് സിറ്റിക്കകത്ത് കയറി ദർശനം എടുത്ത് പറഞ്ഞിട്ടിറങ്ങാം. ഞാൻ ഒത്തിരി നേരം ലൈവ് ഇട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സൗണ്ട് പോകും കൈസ്. ഒട്ടും വയ്യ. എനിക്ക് എൻ്റെ അടുത്ത് ഡോക്ടർ കുറച്ച് ദിവസത്തേക്ക് വോക്കൽ റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞത്. നാളെ പരിപാടിക്ക് കൂടെ പോകുമ്പോഴത്തേന് ചത്തും പോകും. ഒരു സംശയമില്ല. RP എടാ എനിക്ക് സംസാരിക്കാൻ വയ്യടാ. സത്യമായിട്ട് ഒത്തിരി നേരം സംസാരിക്കാൻ വയ്യ കൈസ്. ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞതല്ലേ, എനിക്കൊരു വൃത്തിയായിട്ട് ഇൻഫെക്ഷൻ വന്ന് ഇരിക്കുക. ഞാൻ ഒത്തിരി നേരം സംസാരിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവത്തില്ല. അതുകൊണ്ടാണ് ഈ ലൈവ് RP ആകുമ്പോഴത്തേനും ഇങ്ങനെ കണ്ടിന്യൂസ് സംസാരിച്ചുകൊണ്ടിരിക്കണം. അവൻ്റെ ലൈവ് ആകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്ക് അറിയാത്തോണ്ടാ സീരിയസ് ആയിട്ട്. AP ഫ്ലോ കളഞ്ഞെന്നോ? എടാ അത് AP ഒന്നും ചെയ്തതല്ല, എൻ്റെ ഇത് പോയതാ. They call it a simulation. But tell me. ERP കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. കക്കാശി ഹോസ്റ്റ്. എടാ ഇന്ന് ഗോകുന് ഹോസ്റ്റ് കൊടുക്കണോടാ. ഗോകുൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കാം. അവൻ ഈ മാസം കുറച്ച് ലൈവ് ചെയ്ത് തീർക്കാറുണ്ട്. അതാ. AP ഒന്നുമല്ല. AP ഒന്നുമല്ല. അത് ഈ അഡ്മിൻ മോഡൊന്നും ആയതല്ല കഴിച്ചത്. ഞാൻ റീഫ്രഷ് ബഗ്ഗായതാ. എനിക്ക് റീഫ്രഷ് ബഗ്ഗായതാ. ഇതെന്താ വരാത്തേ?
ഇത് എത്ര നേരമായി? ശ്രദ്ധിക്കണേന്നോ എന്താ? ഷാരൂഖ് ടി വി ബ്രോ, താങ്ക് യു സോ മച്ച്. അത് 1 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ്. പിങ് ഇപ്പൊ നോക്ക്, പിങ് ഒക്കെ സെറ്റായി, കറക്റ്റായി, ഒരു പ്രശ്നവും ഇല്ല. ഓരോരുത്തന്മാർ എനിക്ക് മെസ്സേജ് നോക്കാം, അടിക്കണ്ടേ അണ്ണാ ദർശനെ സെറ്റ് ചെയ്യും. അവളുടെ സംസാരം കേൾക്കുമ്പോ എന്റെ എക്സിന്റെ പോലെ ഉണ്ടെന്ന്, എനിക്ക് വേണ്ടി സെറ്റ് ചെയ്യാൻ. നിനക്ക് വേണം, നീ നിന്റെ എക്സിനെ വിളിച്ച് സംസാരിക്കടാ. കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് ജീവിക്കുന്ന എന്നെ കൊണ്ട് പോലെ പോക്കത്തിനൊക്കെ കാണിക്കുന്നതാ. ഇതെന്താ ഇത്? ബഗ്ഗായോടാ ഇത്? വാട്ട് ഹാപ്പൻ ടു ഡ്രീമർ? എനി ഇഷ്യൂ? ഇല്ലടാ, അവൻ എന്ത് ഇഷ്യൂ? അവൻ ചില ഇതായിട്ട് വരാത്തായിരിക്കും. അവൻ ഇഷ്യൂ ഒന്നുമില്ല. അവൻ എന്ത് ഇഷ്യൂ? ഇന്നലെയും കൂടെ ആർപ്പ് ചെയ്തതല്ലേ ഉള്ളു നമ്മള്. ഇന്നലെയും കൂടെ ആർപ്പ് ചെയ്തതല്ലേ ഉള്ളു. എന്ത് ഇഷ്യൂ അവന്? ഗൈസ് ഞാൻ നിർത്തട്ടെ. ഇത് ലോഡാവണല്ല. ഞാൻ നിർത്തട്ടെ. സൗണ്ട് ഒത്തിരി കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാകും ഗൈസ്. എനിക്ക് വയ്യ, തൊണ്ടയൊന്നും ഇതുവരെ കറക്റ്റ് ആയിട്ടില്ല. അത് പിന്നെ നിർത്താം. ഞാൻ ജോക്കിയെ വിളിച്ചിട്ട് പറയാം. ഗോഗു വരട്ടെ. ആ ഗോഗു ഒന്നില്ലല്ലേ? ആ ഗോഗു വരുന്നവരെ നമുക്കൊന്ന് സംസാരിക്കാം. സീനില്ല. ഗോകുവിന്റെ ലൈവിലോട്ട് വാ ഗൈസ്. എല്ലാവരും ഗോകുവിന്റെ ലൈവ്. നമുക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കാം. എനിക്ക് ഈ മൈക്കും ഇതും ഒന്ന് ഊരി അതിനകത്ത് കുത്തണം, അത്രേ ഉള്ളൂ. വേറെ എനിക്കൊരു 2 മിനിറ്റ് സമയം തന്നാൽ മതി. ഗോഗു വരട്ടെ. ഞാൻ അവനൊന്ന് വിളിച്ചു നോക്കട്ടെ.